എനിക്കൊരു പ്രത്യേക സ്വഭാവമാണ്. 3 മണിക്കൊരു ചായ, 3 മണിക്ക് 4 മണിക്കുള്ളിൽ ചായ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. അത് ഒരു 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 പ്രത്യേക ഒരു ശീലമാണ് 4 മണിക്ക് ചായ. അപ്പോൾ 3 മണിയായപ്പോൾ തൊട്ട് ചായനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ചായ വെക്കാൻ എന്ത് ചെയ്യും? 3:30 ആയപ്പോഴത്തേനും എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു, ചായ വെക്കാൻ ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല, ക്രിസ്മസ് ആണ്, ഒറ്റയാളും കൊണ്ട് വരികയില്ല, അതുകൊണ്ട് അടുപ്പ് കത്തിച്ച് വേഗം ചായ വെച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തോട്ട് ഇതുവരെ ഞാൻ ചായ വെച്ചിട്ടില്ല, ഇനി ഞാൻ ചായ വെക്കണം അത്ര എളുപ്പമല്ലെന്ന് പറഞ്ഞു. ഞാൻ ചായ വെച്ചിട്ട് ഞാൻ കുടിക്കുകയല്ലെന്ന് ഞാനൊരു തീരുമാനം എടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ദൈവത്തോട് പറഞ്ഞു, ഞാൻ വായിച്ചിട്ട് ഞാൻ കുടിക്കുകയെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് വരെ എനിക്ക് ചായ വെക്കേണ്ടി വന്നിട്ടില്ല. ദൈവം അത് ഏറ്റെടുത്ത് ദൈവം പറഞ്ഞു ഞാൻ വെച്ചോളാന്ന് പറഞ്ഞു. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടിയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം 3:45 എനിക്ക് ദേഷ്യമായി. അപ്പോൾ പറഞ്ഞു, എന്നാൽ ചായ വെക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, തൊട്ടടുത്ത് കോൺവെൻ്റ് ഉണ്ട്, ആ കോൺവെൻറ്റിൽ പോയാൽ ചായ ഉണ്ടാവും, ക്രിസ്മസാണ്, ചായയും കടിയൊക്കെ ഉണ്ടാവും, ഒന്ന് പോയി കുടിച്ചിട്ട് വരും, ഇവിടുന്ന് 2 മിനിറ്റ് നടന്നാൽ മതി. ഞാൻ പറഞ്ഞു, നാണക്കേട്, ചായ കുടിക്കാൻ വേണ്ടി ഈ സമയത്ത് ചെന്ന സിസ്റ്റർമാർ നല്ല ബുദ്ധിയുള്ളവരാണ്, അവർ പറയുക ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്, മനസ്സുകൊണ്ട് ചിന്തിക്കും, അതുകൊണ്ട് നല്ല സ്നേഹമുള്ളവരാണ്, ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അത് അങ്ങനത്തെ ഒരു നാണക്കേട് വേണ്ട, അവർ കത്തോലിക്ക പുരോഹിതനാണ്, ചായ കുടിക്കാൻ വേണ്ടി കോൺവെൻറ്റ് പോകുകയല്ല എന്ന് തീരുമാനിച്ചു. എന്നാൽ പറഞ്ഞു, എന്നാൽ പിന്നെ വലിയ പേനി നടിക്കണ്ട, താവളം ജംഗ്ഷനിലേക്ക് പോയ കടയുണ്ട്, പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് പോരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ലോഹയിട്ടൊരു ചായ കുടിക്കാൻ കടയിലേക്ക് പോവുക. ചെറുപ്പത്തിൽ തന്നെ ഒരു കടയിൽ പോയി ചായ കുടിക്കാൻ മഹാമോശമായി കരുതിയിരുന്ന ആളാണ്. അപ്പോൾ പിന്നെ ലോഹയിട്ടിട്ട് പിന്നെ ചായക്കടയിൽ പോയി താവളം ജംഗ്ഷനിൽ പോയി ചായ കുടിക്കുക. ഞാൻ പറഞ്ഞു, അത് നടക്കണ കാര്യമല്ല, അതിന് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. താവളത്തുനിന്ന് ഞാൻ ചായ കുടിക്കുന്നു, ഇന്ന് വരെ ചായ കുടിച്ചിട്ടില്ല താവളത്തുനിന്ന്. അപ്പോൾ താവളത്തുനിന്ന് എന്തായാലും പണ്ട് ഇടവകയിലായിരുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്ത് ബസ് നീപ്പോൾ കുടിച്ചിട്ടുണ്ടെന്ന് സംശയമുണ്ട്. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനിവിടെ വന്നതിന് ശേഷം, താവളത്ത് വന്നതിന് ശേഷം പിന്നെ താവളത്തുനിന്ന് ചായ കുടിച്ചിട്ടില്ല ഞാൻ വിചാരിക്കും. അപ്പോൾ പിന്നെ അപ്പോഴത്തേനും 4 മണി കഴിഞ്ഞു, ദേഷ്യം കലശലായി. 4:30 ചായയില്ല, 5 മണിയായി ചായയില്ല. അപ്പോൾ എനിക്ക് വീണ്ടും ദേഷ്യം കലശലാകുന്നു. കാരണം ഞാൻ അടുത്തൊരു പുതിയ പ്രതിസന്ധി വരുന്നുണ്ട്, രാത്രിക്കത്തെ ഊണ്. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചു, ഇനി എന്ത് ചെയ്യും? ചായയുടെ കാര്യം പോട്ടെ, ഊണിൻ്റെ കാര്യം എന്ത് ചെയ്യും? മേജർ പ്രോബ്ലം വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6 മണിയായി, ചായയില്ല, ഊണുമില്ല. 7 മണിയായി, എനിക്ക് ദേഷ്യം വന്ന് എൻ്റെ നിയന്ത്രണം പോയി തുടങ്ങി. 7:15 ഞാൻ പറഞ്ഞു, ഇനി ചായയും വേണ്ട, ചോറും വേണ്ട, ഞാൻ പോയി നേരത്തെ തന്നെ ലൈറ്റ് ഓഫാക്കി മുറി കയറി വാതിലടച്ച് ഞാൻ കിടക്കാൻ പോവാണ്, ഇന്ന് പ്രാർത്ഥനയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കിടക്കാൻ പോവാണ്. ദേഷ്യം, നല്ല ദേഷ്യമാണ്. അങ്ങനെ കിടക്കാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, വാതിക്കൽ നിന്ന് അങ്ങനെ മുട്ട് കേട്ടു, ആഞ്ഞു മുട്ടുണ്ട്. അച്ഛാ കിടന്നോ, അച്ഛാ കിടന്നോ എന്ന് പറഞ്ഞ് മുട്ട് കേട്ടു. ഞാൻ പറഞ്ഞു, ആരാ ഈ സമയത്ത് വന്ന മുട്ടനെന്ന് ചോദിച്ചത്. ക്രിസ്മസ് ആണെന്ന് അറിയില്ലേ, പകൽ മുഴുവൻ ഞാൻ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ മുറി കയറില്ല, ആരാ ഈ സമയത്ത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛൻ കിടന്നോ എന്ന് പിന്നെ ചോദിക്കുക. ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ പഴയ ഇടവകയിലെ എനിക്ക് നല്ല പരിചയമുള്ള ഒരു കുട്ടിയാണ്, 10ാം ക്ലാസ്സുകാരനാണ്. ഞാൻ ചോദിച്ചു, നീ എന്താ ഈ സമയത്ത് ഇവിടെ? ഞാൻ വാതിൽ തുറന്നില്ല. നീ എന്താ ഈ സമയത്ത് ഇവിടെ? അച്ഛൻ കിടന്നോ, അച്ഛൻ ഇച്ചിരി കഴിക്കാതെ കിടക്കരുതെന്ന് ഈ കുട്ടി പുറത്തുനിന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. ഒരു പിടിയെങ്കിലും കഴിച്ചിട്ടേ കിടക്കാവുള്ളൂ. ഞാൻ പറഞ്ഞു, ഈ സമയത്ത് നീ ഇതൊക്കെ ചോദിക്കുന്നത്, ക്രിസ്മസ് ദിവസം ഇനിയിപ്പോൾ ആരഞ്ഞ് ഈ സമയത്ത് കഴിക്കണത്? ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല അച്ഛൻ ഒരു പിടിയെങ്കിലും കഴിക്കാതെ കിടക്കരുതെന്ന് പുറത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഇവനൊരു സഞ്ചിയും പിടിച്ച് നിൽക്കുക. ഞാൻ ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛൻ ദേഷ്യപ്പെടരുത്, 3 മണിക്ക് വീട്ടിൽ നിന്ന് അമ്മ റെഡിയാക്കി കൊടുത്തു വിട്ടതാണ്. അച്ഛന് ഇഷ്ടമുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങളും ചില പ്രിപ്പറേഷനെല്ലാം കൂടെ എന്ത് ചെയ്തു, ചൂടാറുന്നതിന് മുമ്പ് വേഗം കൊണ്ട് കൊടുക്കുക, അച്ഛൻ ആദ്യം കൊണ്ട് കൊടുക്കുന്നത് പറഞ്ഞ് ചൂടോടെ പാത്രത്തിൽ റെഡിയാക്കി 3 മണിക്ക് കൊടുത്തു വിട്ടതാണ്. ഇവനെ ബസ് കയറി അടുത്ത ജംഗ്ഷനിലെത്തിയപ്പോൾ, അകളിലെത്തിയപ്പോൾ അവനായിട്ട് അവിടെ വെച്ചിട്ട് അവൻ്റെ കൂട്ടുകാരെല്ലാം കണ്ടപ്പോൾ കളിക്കാൻ പോയി. അവൻ കളിച്ച് വൈകുന്നേരം 6:30 ഇരുട്ടായി കഴിഞ്ഞപ്പം കളിയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ, അയ്യോ അച്ഛൻ്റെ അച്ഛനുള്ള ഭക്ഷണം കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓർമ്മ വന്നാൽ ബസ്സേ കയറി 7:15 ഇവിടെ വന്നിറങ്ങിയിട്ട് ഓടി വന്നപ്പോൾ ഞാൻ വാതിലടച്ച് ലൈറ്റൊക്കെ ഓഫാക്കി
അപ്പോൾ അവൻ മനസ്സിലായി അച്ഛൻ ഭക്ഷണമൊക്കെ കഴിച്ച് സമൃദ്ധമായി മൃഷ്ടാനം ഭുജിച്ച് അച്ഛൻ സുഖനിദ്രയിലാണ്, നേരത്തെ കിടക്കാൻ പോയതാണെന്ന് അവൻ വിചാരിച്ചു. അപ്പോൾ അവന് മനസ്സിലായി ഇനി തിരിച്ച് വീട്ടിൽ ചെന്നാൽ നല്ല ചുട്ട അടി കിട്ടും. അതുകൊണ്ട് അമ്മ ഇതറിയും അച്ഛൻ്റെ സമയത്ത് ഭക്ഷണം കൊടുത്തില്ലെന്നുള്ളത്. അപ്പോൾ അവന് നല്ല അടി കിട്ടും. അതുകൊണ്ട് അവനൊരു കുറുക്കുവിദ്യ കണ്ടുപിടിച്ചു. അവൻ പറഞ്ഞു, ഒരു പിടിയെങ്കിലും ഇതിൽ നിന്ന് കഴിക്കാതെ കിടക്കരുത്, ഒരു പിടി എടുത്താൽ മതി, ഇതിൽ നിന്ന് ഒരു പിടിയെങ്കിലും അച്ഛൻ എടുക്കാതെ ഞാൻ പോയാൽ ഒരു പിടിയെങ്കിലും അച്ഛൻ എടുക്കണം എന്ന് പറഞ്ഞ് ഒരേ നിർബന്ധം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് ഞാൻ വീട്ടിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്ന സമയത്ത് അപ്പൻ വന്ന് പറയാറുണ്ട്, ഒരു ഉരുളെങ്കിലും ഒരു അത്താഴപ്പട്ടിണി കിടക്കരുത്, ഒരു കുറച്ചെങ്കിലും കഴിച്ചിട്ട് കിടക്കണമെന്ന് പറഞ്ഞ് അപ്പൻ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഭക്ഷണം തരുമായിരുന്നു. ഏതാണ്ട് അതേപോലെ സ്വർഗസ്വനായ പിതാവ് ഇവിടെ വന്ന് നിൽക്കുകയാണ്. നോക്കിയേ, ഇത്രയും കണ്ട ഈ പ്രപഞ്ചം മുഴുവനിലും ഈ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ചെറിയ രാജ്യം, അതിനകത്ത് കേരളം എന്ന് പറഞ്ഞാൽ തീരെ ചെറുത്. പിന്നെ അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ, സൈലൻറ്റ് വാലി എന്ന് പറഞ്ഞാൽ തീരെ ഒരു കാട്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കി അറിയാം അല്ലേ, ഒരു കാട്. ആ കാട്ടിനുള്ളിൽ താവളം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ആ താവളത്തിൽ ഇതുപോലൊരു പഴയ ഒരു കെട്ടിടം, ഒരു വയലിനുള്ളിൽ ഒരു പഴയ കെട്ടിടത്തിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കുകയാണ് അല്ലേ. ആ ഒരാളെ ദൈവം ഓർത്തിരിക്കുകയാണ്, ആ ഒരാളുടെ അവസ്ഥ ഓർത്തിരിക്കുകയാണ് ശ്രദ്ധയോടെ. എന്നിട്ട് ആൾക്ക് ഏറ്റവും നല്ല, രാവിലെ ഉച്ചയ്ക്ക് ശരിക്കും ഭക്ഷണം കൊടുത്തില്ല ദൈവത്തിന്, കണ്ടപ്പോൾ ദൈവത്തിന് വിഷമമായിട്ടുണ്ടാവും. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഇങ്ങനെയൊന്നും പോരാ, എൻ്റെ മകന് നല്ല ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ഒരു വീട്ടിൽ ഓർഡർ കൊടുത്ത് ഭക്ഷണം ഉണ്ടാക്കി. എന്നിട്ട് ആ ഭക്ഷണം എനിക്ക് 3:45 എത്താൻ വേണ്ടി റെഡിയായിട്ട് കൊടുത്തു വിട്ടു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കി, നമുക്ക് കൊണ്ട് ഓർത്തിരിക്കുന്ന ദൈവം കണ്ടോ. അപ്പോൾ എൻ്റെ ചായയുടെ കാര്യം ആദ്യം ചിന്തിക്കുന്ന ആരാ? ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചായയുടെ കാര്യം ദൈവം ചിന്തിക്കുകയാണ്. എൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ചിന്തിക്കുകയാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും. അതാണ് നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 31 തൊട്ട് 33 വരെ വാക്യങ്ങൾ. അതാണ് നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 31 തൊട്ട് 33 വരെ വാക്യങ്ങൾ. നിങ്ങളിവിടെ എത്തുന്നത് വരെ കടന്നു പോരുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രൻ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്കിലും ഈ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. ഇതാണ് പറയണത്. സാത്താൻ നമ്മുടെ ബുദ്ധി അന്ധമാക്കും. എനിക്ക് വേണ്ടി ദൈവം നോക്കും. എൻ്റെ യാത്ര, എൻ്റെ ഭക്ഷണം, എൻ്റെ താമസം, എൻ്റെ വീട്, എൻ്റെ കല്യാണം, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം, എൻ്റെ മക്കളുടെ കല്യാണം, മക്കളുടെ ഇതെല്ലാം ദൈവം നോക്കും. നിങ്ങൾ ടെൻഷൻ പിടിക്കേണ്ടെന്നാണ് പറയണം. നിങ്ങളുടെ പരീക്ഷ, നിങ്ങളുടെ ജയം, നിങ്ങളുടെ അഡ്മിഷൻ ദൈവം, എൻ്റെ അപ്പൻ നോക്കും. അപ്പനുണ്ടെങ്കിൽ അപ്പൻ നോക്കിയിരിക്കും. എൻ്റെ അപ്പൻ എനിക്ക് അഡ്മിഷൻ എടുത്തോളൂ എന്ന് പറയും. വിശ്വസിക്കില്ല. വിശ്വസിക്കാത്തവർക്ക് ഇത് കിട്ടുകയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപ്പനുണ്ടെന്നും ഈ അപ്പൻ നിങ്ങളുടെ കാര്യം നോക്കുമെന്നും നിങ്ങൾ വിശ്വസിച്ചില്ല. ഇതാണ് ദൈവത്തിൻ്റെ ഒരു വേദന ദൈവം പറഞ്ഞു വെക്കണത്. എങ്കിലും ഈ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുന്നില്ല എന്നാണ് ദൈവത്തിൻ്റെ വേദന.